സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, ഇന്ന് വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ അവിടെ മുന്നൊരുക്കങ്ങൾ സജ്ജമായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? പാർവതി, സമഭാവനയുടെ സങ്കല്പമുറങ്ങുന്ന അയ്യൻ്റെ പൂങ്കാവനം ശരണം വിളികളാൽ മുഖരിതമാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയാണ്. ആ മകരവിളക്കിനായാണ് കാത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെ നീണ്ട നിരയാണ് ഇപ്പോഴും ഈ 18-ാം പടിക്ക് താഴെ. അത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചപൂജ നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നട അടയ്ക്കും. നട അടച്ചു കഴിഞ്ഞാൽ സാധാരണ 3 മണിക്കാണ് നട തുറക്കുക. എന്നാൽ ഈ മകരസംക്രമ ദിവസവും അതുപോലെ തന്നെ മകരവിളക്കുമുള്ള ദിവസം ഈ നട 5 മണിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഇനി അയ്യപ്പ ഭക്തരെ പടി കയറാൻ അനുവദിക്കുള്ളൂ എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും ഈ നേരത്തെ പാർവതി ചോദിച്ചതുപോലെ തന്നെ ഈ നമ്മുടെ തിരുവാഭരണ ഘോഷയാത്ര അല്പസമയം കഴിയും, ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ഈ ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ വെച്ചാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ച് ഇങ്ങനെ കൊടിമരച്ചോട്ടിലേക്ക് കൊണ്ടുവരിക. 18-ാം പടി കയറി കൊടിമരച്ചോട്ടിലെത്തുന്ന തിരുവാഭരണ പേടകത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും എല്ലാം ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് ശ്രീകോവിലേക്ക് കൈമാറും. ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ഭഗവാനിൽ ഈ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിവ്യ ജ്യോതിസ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് കാണാനായിട്ട് കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആകാശത്ത് ഈ മകര നക്ഷത്രം തെളിയുകയും കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭക്തിയുടെ ഒരു അമൂർത്തമായ രൂപം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന പോലെ മണിക്കൂറുകളോളമാണ് ഇവരൊക്കെ കാത്തു നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പറഞ്ഞ പോലെ ഈ ദർശന ഒരുക്കങ്ങൾ? നന്നായിരുന്നു. ആക്ച്വലി എല്ലാം സുഖമാണ്. നമ്മൾ തിരുവനന്തപുരത്തിനൊപ്പം വരുന്ന ആൾക്കാരാണ്. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. എത്ര മണിക്കൂറായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്? ഇവിടെ അധികം സമയം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ തിരുവനന്തപുരത്തിനൊപ്പം വരുന്ന ആൾക്കാരായതുകൊണ്ട്, നമ്മൾ വാഹസംഘത്തിനൊപ്പമുള്ള ആൾക്കാരാവുന്നതുകൊണ്ട്. അപ്പം നേരത്തെ തന്നെ ഈ ആലങ്ങാട് അതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. അവർ ഇന്നലെ പമ്പ വിളക്കും പമ്പ സദ്യയുമൊക്കെ ഉണ്ടതിന് ശേഷമാണ് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാർവതി. ശരി ശ്രീകുമാർ, ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടുത്തെ തിരക്ക്. അപ്പോൾ ഈ ദർശനശേഷം നമ്മുടെ ഭക്തജനങ്ങൾക്ക് തിരികെ പോകുവാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മൾ എല്ലാവരും ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്വയം നിയന്ത്രണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ദേവസ്വം ബോർഡും പോലീസും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളൊക്കെ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ സുരക്ഷയും ഒക്കെ ഒരുക്കുന്നുണ്ട്. എന്നാൽ പോലും സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണത്തോടെ ഈ മല കയറുകയും മല ഇറങ്ങുകയും ചെയ്യണമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയത്. ഇതിനായിട്ട് തിരിച്ചിറങ്ങുന്നവർക്ക് ഈ മല ഇറങ്ങുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിക്കും തിരക്കും കൂട്ടാതെ മല ഇറങ്ങണം. അത് സമയമെടുത്താണെങ്കിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് അനിയന്ത്രിതമായി മാറും. പക്ഷെ അതിനെല്ലാം നിയന്ത്രണ വലയത്തിലാക്കിക്കൊണ്ട്, നിരീക്ഷണ വലയത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസും ഈ ദേവസ്വം ബോർഡും വിവിധ സർക്കാർ ഏജൻസികളും ഒക്കെ നടത്തിയിരിക്കുന്നത്. പാർവതി. നന്ദി ശ്രീകുമാർ. ശ്രീകുമാറാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. മകരവിളക്കിന്റെ തത്സമയ സംപ്രേഷണം ദൂരദർശൻ മലയാളത്തിൽ വൈകുന്നേരം 5 മണി മുതൽ കാണാവുന്നതാണ്.